प्यारे बच्चों सभी का स्वागत है ഹിന്ദി ഈ ഗുരു में. അപ്പോൾ മക്കളെ, നിങ്ങൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കൂ. ലോക്ക്ഡൗൺ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ बच्चों, आज हम 10वीं कक्षा के पहले इकाई का तीसरा पाठ पर चर्चा करेंगे. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ഇക്കായി അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ബാക്കി 2 പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രഭാതിന്റെ കഹാനി, സുന്ദരമായിട്ടുള്ള ഒരു കഥ, ബീർബഹൂട്ടി എന്ന പേരുള്ള കഥ നമ്മൾ പഠിച്ചു. അതേപോലെ നരേക് സക്സേനയുടെ ടിപ്പണി അല്ലെങ്കിൽ അനോട്ടേഷൻ, കുറിപ്പ് എന്നൊക്കെ പറയാം, ഹതാശാസി എക്ക് വ്യക്തി ബൈഠ് ഗയാ, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ആ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക്, 2 വീഡിയോയുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ പാഠഭാഗമാണ്. നമ്മുടെ ധർമ്മവീർ ഭാരതിയുടെ ഒരു കവിതയാണ്. ടൂട്ടാ പഹിയ എന്ന പേരുള്ള കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ കവിത മഹാഭാരത യുദ്ധത്തിലെ ചക്രവ്യൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മുടെ ധർമ്മവീർ ഭാരതിജി ഈ പൗരാണിക സന്ദർഭത്തെ നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കവിത രചിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോകാം. അപ്പം അതിനൊക്കെ മുന്നേ നമ്മുടെ കവിയായ ധർമ്മവീർ ഭാരതിജിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ജനനം ഡിസംബർ 25, 1926 അലഹബാദിലാണ്. നിധൻ എന്ന് പറഞ്ഞാൽ മൃത്യു, മരണം സെപ്റ്റംബർ 4, 1997. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയാണ്, എഴുത്തുകാരനാണ്, നാടകകൃത്താണ്, എല്ലാമാണ് നമ്മുടെ ധർമ്മവീർ ഭാരതിജി. മൂർദോം കാ ഗാവ്, സ്വർഗ് ഔർ പൃഥ്വി, പിന്നെയോ ചാന്ദ് ഓർ ടൂटे हुए लोग, കനുപ്രിയ, അന്തായുഗ്, ഇതൊക്കെ അവരുടെ മുഖ്യ കൃതികളാണ്. മാത്രമല്ല സംഗീത നാടക അക്കാദമി പുരസ്കാർ, പത്മശ്രീ, ഭാരത് ഭാരതി, വ്യാസമ്മാൻ ഇവയൊക്കെ നമ്മുടെ ധർമ്മവീർ ഭാരതിജി നേടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ടൂട്ടാ പഹിയ കവിതയാണ്. ആരുടെയാണ്? ധർമ്മവീർ ഭാരതിജിയുടെയാണ് കവിത. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ ടൂട്ടാ പഹിയ, അല്ലെങ്കിൽ പൊട്ടിയ ചക്രം എന്നാണ് മലയാളം. അപ്പോൾ ഇതുവരെ നമ്മുടെ മഹാഭാരത യുദ്ധത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചക്രവ്യൂഹത്തെ കുറിച്ചിട്ടോ അറിയാത്തവർക്കായിട്ട് ഒരു ചുരുക്കിയിട്ട്, വലിയ കഥയാണ് മഹാഭാരതം, അറിയില്ലേ, വലിയതാണ്. പക്ഷെ അത് ഞാൻ ചുരുക്കിയിട്ട് അതിൻ്റെ യുദ്ധത്തെയും ചക്രവ്യൂഹത്തെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ചക്രവ്യൂഹം, കണ്ടില്ലേ? ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് സൈന്യങ്ങളെ വൃത്താകൃതിയിൽ അണിനിരത്തുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ്. നമ്മൾ പറഞ്ഞു മഹാഭാരത യുദ്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ കവിത എന്ന് പറഞ്ഞു. അപ്പോൾ ആ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് ചക്രവ്യൂഹം. അപ്പോൾ സൈന്യങ്ങളെ കണ്ടില്ലേ, ഒരു വൃത്താകൃതിയിലല്ലേ, ആ വൃത്താകൃതിയിൽ അണിനിരത്തുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ്. മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യ സൃഷ്ടിച്ച ഈ ചക്രവ്യൂഹത്തിൽ പെട്ടാണ് നമ്മുടെ അഭിമന്യു, അർജുനപുത്രനായ അഭിമന്യു മരിക്കുന്നത്. അപ്പം ആരാണ് ഈ അഭിമന്യു? എല്ലാവർക്കും മഹാഭാരതത്തിലെ കൗരവരെയും പാണ്ഡവരെയൊക്കെ അറിയില്ലേ? ഈ പാണ്ഡവരിൽ അർജുനനുണ്ട്. അർജുനൻ്റെയും ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയുടെയും മകനാണ് അഭിമന്യു. ഈ അഭിമന്യു കൗരവരുടെ ചക്രവ്യൂഹം ആകുന്ന ചതിക്കുഴിയിൽ വീഴുകയായിരുന്നു. അങ്ങനെയാണ് മരിക്കുന്നത്. അപ്പം വെറും 16 വയസ്സുള്ള ഒരു ബാലനാണ്. എന്നിട്ടും പതറാതെ മുന്നേറിക്കൊണ്ടിരുന്നു നമ്മുടെ അഭിമന്യു. ഇത് കണ്ട കൗരവർ എന്ത് ചെയ്തു അറിയോ? യുദ്ധമല്ലേ, അവർ കൗരവരും പാണ്ഡവരും തമ്മിൽ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പരത്തി എന്ത് ചെയ്തവർ എല്ലാവരും ചേർന്നിട്ട് ഒറ്റയാനായി നിൽക്കും നമ്മുടെ അഭിമന്യുവിനോടൊപ്പം അഭിമന്യുവിനെ എതിരിട്ടു എന്നാണ് പറയുന്നത്. അഭിമന്യുവിൻ്റെ ഈ വില്ലും തേരും കുതിരകളെയും എല്ലാം തകർത്തിട്ട് അവർ മുന്നേറി. എന്നിട്ടും ആര് ധൈര്യം കൈവിട്ടില്ല? നമ്മുടെ 16 വയസ്സുള്ള അഭിമന്യു ധൈര്യം കൈവിട്ടിയില്ല. ആ പൊട്ടിയ തേർചക്രം, എല്ലാ രഥമൊക്കെ തകർത്തു എന്ന് പറഞ്ഞൂലേ, ആ പൊട്ടിയ രഥത്തിൻ്റെ ചക്രം, ആ ചക്രം പരിചയമായി ഉപയോഗിച്ചിട്ടാണ് ബാക്കി യുദ്ധം നമ്മുടെ അഭിമന്യു ചെയ്തത്. പിന്നീട് എന്ത് ചെയ്താരോ, കൗരവരൊന്നടങ്കം ഈ അഭിമന്യുവിനെ എതിരിട്ടിട്ട് വാളും തേർചക്രവും ഒക്കെ തകർത്തു. പിന്നീട് എന്ത് ചെയ്തു, നമ്മളെ നിരായുധനായ അഭിമന്യുവിനെ കൊല്ലുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എങ്കിലും മരണം വരെ കൗരവരോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി നമ്മുടെ അഭിമന്യു. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലെ എക്കാലത്തെയും വീരശൂര പരാക്രമിയായി മാറി നമ്മുടെ അഭിമന്യു. ഇന്നും അഭിമന്യുവിനെ വീരശൂര പരാക്രമിയായി തന്നെ ഓർക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് മഹാഭാരതം എല്ലാവർക്കും അറിയില്ലേ, ലോങ് ആണ്, നല്ല ലെങ്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ പാഠം കവിത മനസ്സിലാക്കണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടു? നമ്മുടെ അഭിമന്യു യുദ്ധഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടു നിന്നു അല്ലേ. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആകെ ഒരു ആശ്രയം എന്താ ഉണ്ടായിരുന്നത് നമ്മുടെ അഭിമന്യുവിന്? ആ പൊട്ടിയ രഥത്തിൻ്റെ ചക്രമാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം അതിന് കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടാണ് നമ്മുടെ ധർമ്മവീർ ഭാരതിജി കവിത രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ധർമ്മവീർ ഭാരതിജി നിലവിലെ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം എങ്ങനെയാണ് നിലവിലെ സാഹചര്യവുമായിട്ട് ഈ പൊട്ടിയ ചക്രത്തെ ബന്ധപ്പെടുത്തി എന്നൊന്ന് നമുക്ക് കവിതയിലൂടെ നോക്കാം. ഓക്കെ. ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം എന്നാണ് മലയാളത്തിൽ അർത്ഥം. അതൊരു കവിതയാണ്, ധർമ്മവീർ ഭാരതിജിയാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കൂ കേട്ടോ, ടൂട്ടാ പഹിയ കിസ് വിധാ കി രചന ഹെ എന്നൊക്കെ ചോദിച്ചാൽ ഏത് വിധിയാണ്? കവിതയാണ്. അപ്പോൾ നമ്മുടെ കവിയെ ആരും മറക്കരുത്, ധർമ്മവീർ ഭാരതിജിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഓർമ്മിച്ച് വെക്കണം. അപ്പം നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോവാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും ഉണ്ടെങ്കിൽ നോട്ട്ബുക്കും എല്ലാം ഇതുണ്ടെങ്കിൽ എടുത്ത് വെക്കുക. അറിയാത്ത അർത്ഥങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്യണം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അർത്ഥം ഒന്നും പറയുന്നില്ല, ഈ കവിതയുടെ കൂടെ തന്നെ ഞാൻ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, എല്ലാവരും നോക്കിക്കേ നമ്മുടെ കവിത. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए। मैं ഞാൻ രഥ ടൂട്ടാ ഹുവ, രഥ എല്ലാവർക്കും അറിയില്ലേ, രഥത്തിൻ്റെ ടൂട്ടാ ഹുവ എന്ന് പറഞ്ഞാൽ പൊട്ടിയ, പഹിയാഹും എന്ന് പറഞ്ഞാൽ പഹിയ ചക്രം എന്നാണ് അർത്ഥം. അപ്പോൾ ആ പൊട്ടിയ ചക്രം പറയാണ്, ഞാൻ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ എന്നാൽ മുझे ഫേങ്കോ മത്, എന്നെ ഒരിക്കലും വലിച്ചെറിയരുത്. ഫേങ്കോ എന്ന് പറഞ്ഞാൽ, ഫേങ്കന എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക അല്ലേ. ഫേങ്കോ മത്, വലിച്ചെറിയരുത്. എന്തുകൊണ്ടാണ് എന്നെ വലിച്ചെറിയരുതെന്ന് പറയുന്നത്? ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹ മേ അക്ഷൗണി സേനാओं को चुनौती देता हुआ, എന്താ പറയുന്നത്? ക്യാ ജാനെ, എങ്ങനെ അറിയാനാണ്? കബ്, എപ്പോഴാണോ? ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഇസ് ദുരൂഹ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ, ദുരൂഹം എന്ന് പറഞ്ഞാൽ ദുരൂഹമായ, ചക്രവ്യൂഹം നമ്മൾ നേരത്തെ പറഞ്ഞു, ചക്രവ്യൂഹത്തിൽ. അക്ഷൗണി സേനാओं को चुनौती देता हुआ, അക്ഷൗണി സേന, എന്താണ് ഈ അക്ഷൗണി സേന? കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ചിട്ട് കേട്ടിട്ടില്ല എല്ലാവരും, നമ്മുടെ അക്ഷൗണി സേനയെ കുറിച്ചിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ കൗരവ പക്ഷത്ത് 11 അക്ഷൗണികളും പാണ്ഡവ പക്ഷത്ത് 7 അക്ഷൗണികളും എന്നാണ് പറയുക. ഈ പണ്ട് കാലത്ത് ഈ സൈന്യത്തിൻ്റെ വലുപ്പം അളക്കാൻ ഉപയോഗിച്ചിരുന്നത് അളവാണ് നമ്മുടെ അക്ഷൗണി എന്ന് പറയുന്നത്. ഈ ഒരു അക്ഷൗണി എന്ന് പറയുന്നത് 21,870 രഥങ്ങളും അത്ര തന്നെ ആനകളും 65,610 കുതിരകളും 1,09,350 കാലാളും ചേർന്നതാണ് എന്ത് ഒരു അക്ഷൗണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് അക്ഷൗണി സേനാവും ഇങ്ങനെയുള്ള 18 അക്ഷൗണി ചേർന്നിട്ടാണ് യുദ്ധം നടത്തിയിട്ടുള്ളത് എന്നാണ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട്. കോയി ദുസ്സാഹസി, ദുസ്സാഹസി എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമുള്ളവൻ എന്നൊക്കെ പറയില്ല. സാഹസിയായ, ഇരട്ട സാഹസി എന്നൊക്കെ പറയില്ലേ, ഇരട്ട സാഹസം എന്നൊക്കെ പറയുന്നതാണ്. ദുസ്സാഹസിയായ അഭിമന്യു ആക്കർ, ആക്കർ എന്ന് പറഞ്ഞാൽ വന്നിട്ട്, ഗിർജായെ, ഗിർജായെ എന്ന് പറഞ്ഞാൽ വലയം ചെയ്യപ്പെടില്ല എന്ന്. ഗിർജായെ വലയം ചെയ്യപ്പെടുക, നമ്മൾ നേരത്തെ കണ്ടുല്ലേ വലയം ചെയ്യപ്പെട്ടത്. അപ്പം എന്താ പറയുന്നത് എന്ന്, ഞാൻ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാണ്, പക്ഷെ എന്നെ ഒരിക്കലും വലിച്ചെറിയരുത്. ഫേങ്കോ മത്, എന്നെ വലിച്ചെറിയരുത്. കാരണം എന്താ? എങ്ങനെ അറിയാനാണ്? എപ്പോഴാണ്? ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, നിങ്ങൾ ചക്രവ്യൂഹം കണ്ടില്ലേ, ഒരു ദുരൂഹത നിറഞ്ഞ ചക്രവ്യൂഹം. അതിൽ ആ ചക്രവ്യൂഹം ഭേദിക്കാൻ വളരെയധികം പാടാണ് അല്ലേ. ആ ചക്രവ്യൂഹത്തിൽ അക്ഷൗണി പടയ്ക്ക്, നമ്മൾ അക്ഷൗണി പടയെ കണ്ടുല്ലേ, ഈ അക്ഷൗണി പടയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വലയം ചെയ്യപ്പെടില്ല എന്ന് ആര് കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ അടുത്ത വരി നോക്കിക്കേ. अपने पक्ष को असत्य जानते हुए भी
बड़े बड़े महारथी अकेली निहत्ती आवाज वो अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पहियाവും, ലേക്കിൻ മുझे फेंको मत. എന്താ പറയുന്നത്? അപ്നെ പക്ഷ കോ, അതായത് സ്വന്തം പക്ഷത്തെ അസത്യ ജാനത്തെ ഹുയെ ബി, അസത്യം എന്ന് പറഞ്ഞാൽ അസത്യമാണെന്നും ജാനന എന്ന് പറഞ്ഞാൽ അറിയുക, സ്വന്തം പക്ഷത്തെ അസത്യമാണെന്ന് അറിഞ്ഞിട്ടും കൂടി ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥി എന്ന് പറഞ്ഞാൽ മഹാരഥന്മാർ. ഈ മഹാരഥി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പാണ്ഡിത്യമുള്ളവർ അല്ലെങ്കിൽ മഹാനായ വ്യക്തി എന്നൊക്കെ പറയാം. അതാണ് ഈ മഹാരഥി എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം പക്ഷത്തെ അസത്യമാണെന്ന് അറിഞ്ഞിട്ടും കൂടി വലിയ വലിയ മഹാരഥന്മാർ എന്താ പറയുന്നത്? അക്കേലി നിഹത്തി ആവാസ് ഗോ. അക്കേലി എന്ന് പറഞ്ഞാൽ ഏകാന്തമായ, അക്കേലി എന്ന് നമുക്ക് കേൾക്കുന്ന വേടല്ലേ, ഏകാന്തമായ. നിഹത്തി, നിഹത്തി എന്ന് പറഞ്ഞാൽ നിരായുധനായ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, അതായത് ഏകാന്തമായ നിരുവായുധമായ ശബ്ദത്തെ അപ്നെ ബ്രഹ്മാസ്ത്രം സേ, തൻ്റെ ബ്രഹ്മാസ്ത്രം, സ്വന്തം ബ്രഹ്മാസ്ത്രം കൊണ്ട് കുചൽ തേന ചാഹി. കുചൽ തേന എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കുക, ചവിട്ടി, അതായത് സ്വന്തം ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കേ, അതാണ് ദേന ചാഹി, ആഗ്രഹിക്കേ. തബ് മേം, അപ്പോൾ ഞാൻ, എന്താണ്? രഥ കാ ടൂട്ടാ ഹുവാ पहिया, ഈ രഥത്തിന്റെ പൊട്ടിയ ചക്രത്തിന് ഉസ്കെ ഹാത്തോ മേം, ഉസ്കെ ഹാത്തോ മേം എന്ന് പറഞ്ഞാൽ അവന്റെ കൈകളില് ബ്രഹ്മാസ്ത്രം സേ ലോഹാ ലേ സക്താ ഹും, ആ ബ്രഹ്മാസ്ത്രങ്ങളോട് ഏറ്റുമുട്ടാൻ കഴിയും എന്നാണ് പറയുന്നത്. ലോഹ എന്ന് പറഞ്ഞാൽ എതിരിടാൻ. അതായത് എന്താണ്, സ്വന്തം പക്ഷത്തെ അസത്യമാണെന്ന് അവർ അറിഞ്ഞിട്ടും കൂടി, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, യുദ്ധത്തിനെതിരാന്ന് അറിഞ്ഞിട്ടും കൂടി അഭിമന്യുവിനെ നിരായുധനാക്കി മാറ്റിയല്ലേ, ആ നിരായുധനാക്കി മാറ്റിയപ്പോൾ അപ്പോൾ എല്ലായിടത്തുനിന്നും ഇങ്ങനെ ബ്രഹ്മാസ്ത്രങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ ചവിട്ടി മെതിക്കുക, അതിനൊക്കെ എതിർക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആരാണ് നമ്മുടെ അഭിമന്യുവിന് തണലേകിയത്, കൂടെ ഉണ്ടായത്? ആ പൊട്ടിയ ചക്രമാണ്. ആ പൊട്ടിയ ചക്രം അവൻ്റെ കൈകളിൽ ആ ബ്രഹ്മാസ്ത്രങ്ങളോടൊക്കെ ഏറ്റുമുട്ടാൻ കഴിയും. അപ്പം എന്തായി? ഒരു ആയുധമാക്കി തീർന്നു. ആ പൊട്ടിയ ചക്രം പോലും ആയുധമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ മേ രഥ കാ ടൂട്ടാ ഹുവാ पहिया, ഇത്രയും പറഞ്ഞിട്ട് പറയണേ ഞാനൊരു പാവമാണ് എന്നുള്ള രീതിയിൽ പറയല്ലേ. മേ രഥ കാ ടൂട്ടാ ഹുവാ पहिया, ഞാൻ ആ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം മാത്രമാണ്. പക്ഷേ ലേക്കിൻ മുझे फेंको मत, പക്ഷെ ഒരിക്കലും എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. എപ്പോഴാണോ നിങ്ങൾക്ക് എന്നെ ആവശ്യം വരുന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കഴിയില്ല എന്നാണ് നമ്മളുടെ ധർമ്മവീർ ഭാരതിജി പറയുന്നത്. ഈ ബാക്കി വരി നോക്കിക്കേ. इतिहासों की सामूहिक गति सहसा झूठे पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का ആശ്രയ ലേ. അപ്പം എന്താ പറയുന്നത്? ഇതിഹാസവും എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങൾ, സാമൂഹിക ഗതി എന്ന് പറഞ്ഞാൽ സാമൂഹിക ഗതി തന്നെ, മലയാളത്തിൽ അതേ മീനിങ് തന്നെ. സഹസാ ജൂട്ടി, സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ജൂട്ടി പഡ്ജാന എന്ന് പറഞ്ഞാൽ കള്ളമായി ഭവിക്കുമ്പോൾ, ജൂട്ടി എന്ന് പറഞ്ഞാൽ കള്ളല്ലേ. ക്യാ ജാനെ, എങ്ങനെ അറിയാനാണ്? സച്ചായി, സച്ചായി എന്ന് പറഞ്ഞാൽ സത്യം. ടൂട്ടേ ഹുയേ पहियों का ആശ്രയിലെ, പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന് അത് പറയാണ്. ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി, ചരിത്രങ്ങൾ മാറി മറയൂലേ, അപ്പോൾ ഈ മാറി മറിയുമ്പോൾ പെട്ടെന്നത് കള്ളമായി ഭവിക്കുമ്പോൾ എങ്ങനെ അറിയാനാണ് ഈ സത്യം ഈ പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കില്ല എന്നാണ് കവി പറയുന്നത്. നോക്കിക്കേ, ഇത് ശരിക്കും നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കവിത. നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ കവിത ഒരു ആത്മകഥാ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അതായത് ഈ ടൂട്ടാ ഹുവാ पहिया, ഈ പൊട്ടിയ ചക്രം തൻ്റെ കഥ പറയുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? ഞാൻ തകർന്ന രഥചക്രമാണ് ഞാൻ, പക്ഷേ ഒരു ഉപയോഗശൂന്യമായിരുന്ന ഒരു വസ്തുവാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ എന്നെയും നിങ്ങൾക്ക് ഉപകാരപ്പെടാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും എന്നെ വലിച്ചെറിയരുത്, ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എന്താണ്? മഹാഭാരത യുദ്ധത്തിൽ അനേകം വീരന്മാർ അധർമ്മത്തിൻ്റെ പക്ഷത്ത് ചേർന്നു. എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്തു. അർജുനപുത്രനായ അഭിമന്യു എന്ത് ചെയ്തു? ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് ഈ മഹാരഥന്മാരോട് ഒക്കെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് ചെയ്തത്. ഈ മഹാരഥന്മാരെവിടെയാണ്? അധർമ്മപക്ഷത്താണ് അല്ലേ.
ആ അധർമ്മപക്ഷത്താണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും കൊണ്ട് തന്നെ അവർ യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ അഭിമന്യുയുടെ ആയുധമൊക്കെ കണ്ട് നഷ്ടപ്പെടുത്തി. ഈ ആയുധം നഷ്ടപ്പെട്ട ഈ ബാലനെ അവർ എന്ത് ചെയ്തു? എല്ലാവരും കൂടി ഒരുമിച്ച് ചവിട്ടി മെതിക്കുകയാണ് ചെയ്തത്. അപ്പോഴും അവൻ തല കുനിക്കാതെ ധൈര്യസമേതം മുന്നോട്ട് നീങ്ങിയിട്ട് പൊട്ടിയ രഥചക്രം ഉപയോഗിച്ച് അവസാന ശ്വാസം വരെ അവൻ പോരാടി. അല്ലേ? ഈ സന്ദർഭങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്താണ് കവി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത്തരം ധാർമ്മിക പ്രവർത്തനങ്ങൾ ഇനിയും ഇക്കാലത്തും സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലേ? അതുകൊണ്ട് തന്നെ ഈ പൊട്ടിയ രഥചക്രമായി, അതൊരു പൊട്ടിയ രഥചക്രം ഒരു പാഴ്വസ്തുവാണ്. അങ്ങനെ ഒരിക്കലും തള്ളിക്കളയരുത്. അതൊരു തുച്ഛമായ വസ്തുവല്ല. ഈ തുച്ഛമെന്ന് തോന്നുന്ന പലതും എന്താവും ചിലപ്പോൾ നമുക്ക് വിഷമഘട്ടങ്ങളിൽ അവരാവും പ്രയോജനപ്പെടുക. അല്ലേ? നമ്മളെ തള്ളിക്കളഞ്ഞവരാവും നമ്മളുടെ ഒരു വിഷമഘട്ടത്തിൽ നമുക്ക് താങ്ങായിട്ടും തണലായിട്ടും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടത്തെ കാര്യം നോക്കിക്കേ. ഈ പൊട്ടി രഥചക്രം എന്ന് പറഞ്ഞാൽ ഒരു നിസാര മനുഷ്യനായിട്ട് കരുതാം. അത് നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു അല്ലേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടൂട്ടാ പഹിയെ പറയുന്നുണ്ട്, മീ രഥിക്ക ടൂട്ടാ ഹുവാ പഹിയാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു നിസാരനായ മനുഷ്യൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് നമ്മുടെ രഥചക്രത്തെ കാണാം. ഈ അഭിമന്യു മഹാനായ മനുഷ്യനാണ്. ഈ മഹാനായ മനുഷ്യന് പോലും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പോലും നിസാരമായ പൊട്ടിയ രഥചക്രം സഹായമായി. അല്ലേ? അതാണ് പറയുന്നത്. ശരിക്കും ഇവിടെ അഭിമന്യു ദുസ്സാഹസികനാണ്. അപ്പം നമ്മുടെ സമൂഹം എപ്പോഴാണോ അധർമ്മത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? ധർമ്മം കാക്ഷിക്കുന്നവർ പൊട്ടിരഥചക്രത്തെ പ്രയോജനപ്പെടുത്തിയേക്കാം എന്നാണ് പറയുന്നത്. കാരണം പാഴ്വസ്തുവായി എല്ലാവരും തള്ളിക്കളഞ്ഞ ഏതൊരു വസ്തുവിനെയും ആ സമയത്ത് നമുക്ക് ഉപകാരപ്പെടാം എന്നാണ് കവി നമ്മളോട് ഈ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ് ടൂട്ടാ പഹിയ എന്ന കവിതയിലൂടെ നമ്മൾ ധർമ്മവീർ ഭാരതി അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നതെന്ന് ഇനി കൂടുതലായിട്ട് പറയണോ? അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസറിലൂടെ, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിലൂടെ അതിൻ്റെ ആൻസേഴ്സിലൂടെ ഒക്കെ പോയിട്ട് നമുക്ക് ഇതിനെ കൂടുതലായിട്ട് നമുക്ക് അവിടെ കവിത മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പഠേ. अपने पक्ष की असत्य जानते हुए भी बड़े बड़े महारथी अकेले निहत्ते आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन पंक्तियों के आशय पर चर्चा करें എന്നാണ്. അപ്പോൾ ഈ പങ്ക്തിയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പങ്ക്തിയുടെ ആശയം ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ത് എഴുതണം? ഈ പങ്ക്തിയെ മഹാഭാരത കെ പ്രസംഗ പർ ആധാരിത ഹെ. മഹാഭാരതത്തിലെ ഒരു സംഭവമായി അടിസ്ഥാനപ്പെടുത്തിയതാണ് എന്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ പങ്ക്തി എന്ന് പറയുന്നത്. കൗരവപക്ഷമേ കയ്യേ മഹാരഥിതെ. അപ്പം എന്താണ്? കൗരവപക്ഷത്തിൽ ഒരുപാട് മഹാരഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ? ഓരോ വിഷയത്തിൽ പാണ്ഡിത്യമുള്ളൊരു മഹാരഥിതെ വേലോക ധർമ്മക്കെ പക്ഷമേലടു രഹേതെ. എന്താണ് മഹാരഥിമാര് ഏത് പക്ഷത്തായിരുന്നു? അധർമ്മത്തിന്റെ പക്ഷത്തായിരുന്നു നിന്നിരുന്നത്. അഭിമന്യുനെ ചക്രവ്യൂഹമേ പ്രവേശ് കർത്തേ സമയ കൗരവ സേനാക്കെ മഹാരഥിയോനെ ഉസ് നിരീഹ് ബാലകോ ഗേർ കർ ഉസ്കെ സബ് ശസ്ത്രാസ്ത്ര നഷ്ട ഘട്ടാലെ. എന്താ പറയുന്നത്? അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശ സമയം അതൊക്കെ നമ്മൾ പറഞ്ഞു. കൗരവസേന എന്ത് ചെയ്തു? അവരുടെ എല്ലാ ശസ്ത്രാസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഒക്കെ അവനെ ആ ചക്രവ്യൂഹത്തിൽ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഖേർക്കർ എന്ന് പറയുന്നത്. ലേക്കിൻ എന്നാലും അഭിമന്യു നിഹത്തേതേ. അഭിമന്യു എന്താണ്? നിഹത്തേ എന്ന് പറഞ്ഞാൽ ആയുധം ഇല്ലാത്തവനാണ്. ഫിർ ഭി വേ ലോഗ് ഉസ് അസഹായ ബാലയ്ക്ക് ആവാസ് കോ കുചൽ ദേനാ ചാ. എന്നിട്ടും ആയുധമില്ലാത്ത ബാലകനായിരുന്നിട്ടും അവന് എന്ത് ചെയ്തവർ? അസഹായ ബാലക, നിസ്സഹായമായ ആ ബാലകനെ, അത് അവരുടെ ആവാസിനെ, ആ ശബ്ദത്തെ അടിച്ചമർത്താൻ, കുചൽ ദേന എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കാൻ അവർ തുനിഞ്ഞു അല്ലെങ്കിൽ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഈ വരിയിലൂടെ വ്യക്തമാക്കുന്നത്. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞതിൻ്റെ മീനിങ് തന്നെ നമ്മൾ നമ്മുടെ കവിതയിൽ പറഞ്ഞില്ലേ? ഇതൊക്കെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പഠി. ഇതേപോലെ തന്നെ तब मैं मृद का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में खान तक प्रासंगिक है. അതായത് ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം പ്രാസംഗികം ഉണ്ട് ഈ വരിക്ക്, അല്ലെങ്കിൽ ഈ വരി വെച്ചിട്ട് നമുക്കത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോക്കിക്കേ നിങ്ങൾ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, കവി कहते हैं कि കവി പറയുന്നത് मैं केवल रथ का टूटा हुआ पहिया हूँ. ഞാനൊരു കേവലം പൊട്ടിയ പൊട്ടിയ രഥത്തിന്റെ ചക്രമാണ്. മുझे തുച്ഛ തുച്ഛ സമജ്കർ മത് ഫേങ്കു, എന്താണ്, എന്നെ വെറും തുച്ഛമായ ഒരു പാഴ്വസ്തു അല്ലേ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, മത് ഫേങ്കു, മത് ഞാൻ അരുത്, ഫേങ്കു വലിച്ചെറിയരുത്. തുച്ഛീ ലഗ്നെ വാലി വസ്തു ഭി കഭി കഭി സാന്ത്വന ദേനെ ലായക് ഹോ സക്തി ഹൈ. തുച്ഛമാണെന്ന് കരുതുന്ന പലതും നമുക്ക് നമ്മുടെ വിഷമഘട്ടത്തിൽ സാന്ത്വനം ഏകാറുണ്ട്. അഭിമന്യു ജैसे बड़े मानव को തുച്ഛ മാനവ का सहारा लेना पड़ा, അല്ലേ? അഭിമന്യു വലിയ ഒരു ബഡേ മാനവ് എന്ന് പറഞ്ഞാൽ വലിയൊരു മനുഷ്യനാണ്, അല്ലേ? ആ മഹാനായ വ്യക്തിക്ക് കൂടി തുച്ഛ മാനവ സഹാര ലേനപ്പെട, ഈ തുച്ഛമായ മനുഷ്യന്റെ ആ തുച്ഛമായ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു എന്നാ പറയുന്നത്. ആജ്കൽ ദേക്കോ, ഇന്നത്തെ സന്ദർഭം കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിലോ, അസത്യ ഔർ അന്യായ കാ ബോൽബാല ഹെ. ആജ്കൽ ദേക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അസത്യത്തിനെ കൊണ്ടും അന്യായത്തിനെ കൊണ്ടും അത് അവരുടെ ആധിപത്യമാണ് നടക്കുന്നത്. ബോൽബാല എന്നാണ് അവരുടെ ആധിപത്യമാണ് നടക്കുന്നത്. ഇസ്ലിയെ, അതുകൊണ്ട് തന്നെ ഉസ് അന്യായ ഒരു അസത്യവും കി ഖിലാഫ്, ആ അന്യായത്തിനെതിരെയും സത്യത്തിനെതിരെയും ഖിലാഫിനെതിരെയും അഗർ കോയി ലടേഗാത്തോ, ആരെങ്കിലും അതിനെതിരെ നിൽക്കുകയാണെങ്കിൽ ഉസ് തുച്ഛമാനവ് ഹി സഹാര ബനേക. അവിടെ ആശ്രയം ആരായിരിക്കും? ആ ഒന്നുമല്ലാത്ത പാഴ്വസ്തുമായി നമ്മൾ കരുതിയിരുന്ന ആ മനുഷ്യനായിരിക്കും നമുക്ക് ആശ്രയത്തിൽ ഉണ്ടാവുക എന്നാണ്. യഹി ഇൻ പങ്ക്തിയോ കാ പ്രാസംഗികത ഹെ. ഇതാണ് ഈ പങ്ക്തിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രാസംഗികത എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പഠേ ഇതിഹാസോं की सामूहिक खदी सलसल छोटी फट जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എന്താണ്, ഇൻ പങ്ക്തിയോं से कवि क्या बताना चाहते हैं, ഈ പങ്ക്തിയിലൂടെ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നമ്മളോട് എന്ന്. ലാസ്റ്റത്തെ സെന്റൻസ് അല്ലേ, നമ്മുടെ ലാസ്റ്റത്തെ പങ്ക്തിയാണത്. നോക്കിക്കേ ഇതിന് ആൻസർ. पहिया यदि टूटा है तो उसे मत फेंको. അപ്പോൾ കവി ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ചക്രം അഥവാ പൊട്ടിയതാണെങ്കിൽ അതിനൊരിക്കലും വലിച്ചെറിയരുത്. യഹ് സംസാർ എക്ക് ദുരൂഹ ചക്രവ്യൂഹ, ഈ ലോകം തന്നെ ഒരു ദുരൂഹത നിറഞ്ഞൊരു ചക്രവ്യൂഹം പോലെയാണ്. ഇതേ സംസാർ കോയി അന്യായക്ക് മാർഗ പർ ചലേ ജായത്തോ, ഈ ലോകത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അന്യായത്തിന്റെ മാർഗത്തിലൂടെ പോവുകയാണെങ്കിൽ സച്ചായിക്കോ ടൂട്ടി പഹിയക്ക സഹായാലേന പടേക. അപ്പോൾ സത്യം വെളിപ്പെടുത്താൻ നമുക്ക് ആര് സഹായം തേടേണ്ടി വരും? നമ്മുടെ ഈ ടൂട്ടാ പഹിയന്റെ, ഈ പൊട്ടിച്ചക്രത്തിന്റെ സഹായം തേടേണ്ടി വരും. ഇസ്ലിയെ ടൂട്ടെ പഹിയാക്കി ഉപേക്ഷ നഹീം കർണി ചാഹിയെ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ടൂട്ടെ പഹിയുടെ ഉപേക്ഷ, അതിനെ ഒരിക്കലും കളയരുത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അവഗണിക്കരുത് എന്നാണ് ഈ വരിയിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കവിത के प्रतीकों को चुनकर खंभे में लिखी वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करना होगा ये भी लिखी. അതായത് ഇന്നത്തെ കാലത്തിൽ നമ്മുടെ കവിതയിൽ ഓരോ പ്രതീകങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ പ്രതീകം ഏതുമായി ബന്ധപ്പെടുത്തുന്നു നമുക്ക് നോക്കാം എന്താണതെന്ന്. നോക്കിക്കേ, പ്രതീക ടൂട്ടാ പഹിയാണ്. പഹിയ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ലഘുമാനവാണ്, അല്ലെ? ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്ന പോലെ. അഭിമന്യുവിനെ നോക്കുകയാണെങ്കിലോ ഉച്ചുമാനവും, പിന്നെ ഒരു മഹാനായ വ്യക്തിയല്ലേ നമ്മുടെ അഭിമന്യു, അങ്ങനെയായി ബന്ധപ്പെടുത്താം. ചക്രവ്യൂഹമാണെങ്കിലോ ചക്രവ്യൂഹം ആധുനിക സമസ്യയാണ്. അതാണ് നേരത്തെ പറഞ്ഞല്ലേ, ഈ സംസാർ എക്ക് ദുരൂഹ ചക്രവ്യൂഹ എന്ന് പറഞ്ഞു. ഈ ലോകം തന്നെ ഒരു ദുരൂഹത നിറഞ്ഞ ചക്രവ്യൂഹമാണ്. അപ്പോൾ ആധുനിക സമസ്യകളെയാണ് അവിടെ, അല്ലെങ്കിൽ ആധുനിക സമസ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്. മഹാരഥിമാർ ഇങ്ങനെയാണ് വിരോധികളാണ്. വിരോധികൾ എന്ന് പറഞ്ഞാൽ എതിരായിട്ട് നിൽക്കുന്ന, നമ്മുടെ ശത്രുപക്ഷത്തുള്ളതാണ് മഹാരഥി. ബ്രഹ്മാസ്ത്ര ആണെങ്കിലോ ശക്തിശാലി ഹത്തിയാർ, നല്ല ശക്തിയായിട്ടുള്ള ഹത്തിയാർ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോന്നും നമ്മൾ പറഞ്ഞ് പോയത് തന്നെയുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ടൂട്ടാ പഹിയ കവിത പർ ടിപ്പണി ലിഖി. അപ്പോൾ ടൂട്ടാ പഹിയ നമ്മുടെ കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നോക്കിക്കേ ആശയം. ടൂട്ടാ പഹിയ
टूटा पहिया आधुनिक हिंदी साहित्य की प्रमुख साहित्यकार है डॉक्टर ധർമ്മവീർ ഭാരതി. അപ്പോൾ നമ്മൾ എക്സാമിന് അതിന് ആസ്വാദനക്കുറിപ്പോ അല്ലെങ്കിൽ ആശയം എഴുതാൻ ചോദിച്ചാൽ ഫസ്റ്റത്തെ സെൻറ്റൻസ് നിങ്ങൾ എന്തെഴുതണം? ആധുനിക ഹിന്ദി സാഹിത്യക്ക്, ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യ സാഹിത്യത്തിലെ പ്രമുഖ സാഹിത്യകാർ ഹെ, പ്രമുഖനായ സാഹിത്യകാരനാണ് ആര്? ഡോക്ടർ ധർമ്മവീർ ഭാരതി. ടൂട്ടാ പഹിയ ഭാരതി ജിക്ക് എക് ചോട്ടി കവിത ഹെ. ടൂട്ടാ പഹിയ ഭാരതിജിയുടെ ഒരു ചെറിയൊരു കവിതയാണ്. എന്താണ് ഈ കവിത? ഇസ് കവിത ആജ്കൽ കെ സന്ദർഭമേ ബഹുത് പ്രാസംഗിക് ഹെ. ഈ കവിത ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രാസംഗികമുണ്ട്, പ്രസക്തമാണ്. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ എന്താണോ ടൂട്ടാ പഹിയയിൽ പറയുന്നത് എഴുതാം. ടൂട്ടാ പഹിയ ആത്മകഥാത്മക ശൈലി മേ ലിഖി ഗയി എക് കവിത ഹെ. നമ്മൾ പറഞ്ഞു ടൂട്ടാ പഹിയ ഈ ചക്രം സ്വയം ഒരു ആത്മകഥ എന്ന് പറയില്ല, സ്വയം തൻ്റെ കഥ പറയുന്ന ശൈലിയിലാണ് കവിത എഴുതിയിട്ടുള്ളത്. ഇസ്മേൻ ടൂട്ടാ പഹിയ കേത്ത ഹേക്കി, ഇതിൽ ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം പറയുകയാണ്, അമ്മയും ടൂട്ടാ ഹുവാഹും, ഞാൻ പൊട്ടിയത് തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് നമ്മൾ ചക്രം. ലേക്കിൻ മുझे മത് ഫേങ്കോ, പക്ഷേ എന്നെ ഒരിക്കലും വലിച്ചെറിയരുത്. കോൺ ജാനെ ഇസ് ദുരൂഹ ചക്രവ്യൂഹമേം അഭിമന്യു ജേസി കോയി സാഹസി ഗിർ ജായേ. അപ്പോൾ എങ്ങനെ അറിയാനാണ്? ഏതെങ്കിലും സാഹസിയായ അഭിമന്യുമാർ വന്നിട്ട് എൻ്റെ ഈ ചക്രവ്യൂഹത്തിൽ പെടുമെന്ന്. और बड़े बड़े महारथी उस साहसी वीर की निहत्ती आवाज़ को कुचल देना चाहे. അതായത് ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാന്മാരായ മഹാരഥി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മഹാരഥിമാരെ, ഉസ് സാഹസി വീർക്കി, ആ സാഹസി, ആ വീരശൂര പരാക്രമിയെ, നിഹത്തി, ആയുധമില്ലാത്ത നിരായുധനായ ആ സാഹസിയുടെ എന്ത് ശബ്ദത്തെ കുചൽ ദേന ചാഹി എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കില്ല എന്ന് ആരറിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെയോ सारा संसार उस साहसी मनुष्य की अकेली आवाज को दबाना चाहेगा. तब मैं मृद का टूटा हुआ उसके हाथों में लगकर शत्रुओं के ब्रह्मास्त्रों से लोहा ले सकता हूँ എന്നാണ്. അതായത് എല്ലാ ലോകൊട്ടാകെ ഉസ് സാഹസി മനുഷ്യക്ക്, ആ സാഹസികനായ മനുഷ്യൻ്റെ ഒറ്റയ്ക്കുള്ള, അഖിലി എന്ന് പറഞ്ഞാൽ നിരായുധന, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഒറ്റപ്പെട്ട, അഖിലി ആവാസ്കോ, ഒറ്റപ്പെട്ട ആ ഒരു ശബ്ദത്തെ ദബാന ചായക എന്ന് പറഞ്ഞാൽ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് തബുമേം രഥുകാ ടൂട്ടാ ഹുവാ, അപ്പോൾ ഞാൻ ഈ പൊട്ടിയ ചക്രം അവൻ്റെ കൈകളിൽ ഹാത്തോമേ ലഗുക ശത്രുവൊക്കെ ബ്രഹ്മാസ്ത്രവും, ശത്രുക്കളുടെ ബ്രഹ്മാസ്ത്രത്തോടൊക്കെ പോരാടാൻ എൻ്റെ ഈ പൊട്ടിയ ചക്രം സാധിക്കും, അല്ലെങ്കിൽ ലോഹാലേ സക്താവും കഴിയും എന്നാണ് പറയുന്നത്. മുझे ടൂട്ടാ ഹുവാ മാൻകർ ഫെങ്കോ മത്, എന്നെ പൊട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരിക്കലും വലിച്ചെറിയരുത്. ക്യോंकि എന്തെന്നാൽ ഇതിഹാസ് की सामूहिक गति जब छोटी पड़ जाएगी तो शायद टूटा पहिया ही अकेला का आश्रय बनेगा. അതന്നെയല്ലേ നമ്മുടെ ലാസ്റ്റ് സെന്റൻസ് തന്നെ ഇതാണ്. അഥവാ നമ്മുടെ ചരിത്രത്തിൻ്റെ ഗതി കള്ളമായി ഭവിക്കുമ്പോൾ സത്യത്തിന് ആരാശ്രയിക്കേണ്ടി വരുമെന്നാണ് ഈ പൊട്ടിയ ചക്രത്തെ, ഈ അക്കേലയായിട്ടുള്ള ആ ചക്രത്തെ ആശ്രയിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുക? ഇപ്പോൾ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ കവി പറയാൻ ആഗ്രഹിക്കുന്നത് പറയാം. കവി कहना चाहता है कि टूटा पहिया ഉപേക്ഷിത മാനവ കാ പ്രതീക് ഹെ. പൊട്ടിയ ചക്രം എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട, അതായത് പാഴ്വസ്തുവായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രതീകമായി കാണുന്നു. സമാജമേയും ഇന്നത്തെ കാലഘട്ടത്തിൽ അസത്യ ഒരു അന്യായിക ബോൽബാലായ, അസത്യത്തിൻ്റെയും അന്യായത്തിൻ്റെ, നേരത്തെ പറഞ്ഞു നമ്മളിൽ ആധിപത്യമാണ് നടക്കുന്നത്. ഇൻ അസത്യവും और अन्यायों के खिलाफ अगर कोई लड़ेगा तो कोई लघु मानव ही उसका सहारा बनेगा. അഥവാ ആരെങ്കിലും ഈ അസത്യത്തിനെതിരെയോ അന്യായത്തിനെതിരെയോ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സഹായമേകാൻ ലഘുമാനവ് ഹി ഉസ്കാ സഹാര ബനേക എന്നാണ്. ആ ഒരു ലഘുമാനവായി, അല്ലെങ്കിൽ ആ ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കും ചിലപ്പോൾ അവർക്ക് ആശ്രയിക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാമിന് വരികയാണെങ്കിൽ ഇത് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഏത് ആൻസർ എഴുതാം. ഇത് കറക്റ്റായിട്ട് പഠിക്കുക. ഇതാ എന്താണോ കവിതയുടെ ആശയമുണ്ട്, അതേപോലെ തന്നെ കവിതയിൽ നിന്ന് എന്താണോ നമ്മളോട് കവി പറയാൻ ഉദ്ദേശിച്ചത്, ഈ കാലഘട്ടത്തെ ബന്ധപ്പെടുത്തിയിട്ടും നമ്മുടെ ഈ ആശയത്തിൽ പറയുന്നുണ്ട്. ഇത് മാത്രം പഠിച്ചു പോവുക. എല്ലാവർക്കും സിമ്പിളായിട്ട് പഠിക്കാനുള്ളതിലാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ടൂട്ടാ പഹിയത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നോക്കാം. ഇത് 2018 ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ 19, 20 മെയിൻ എക്സാമിനൊന്നും ഞാനിത് ചോദിച്ചതായിട്ട് കണ്ടില്ല. അപ്പോൾ 2018 ഒരു മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്
അതിനർത്ഥം ഒരിക്കലും വരില്ല എന്നല്ല കേട്ടോ, ചോദിച്ചില്ല, എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ വരിക. നോക്കിക്കേ, ടൂട്ടാ പഹിയ കവിത കോയി പങ്ക്തിയം പഠേ और 19 से 20 तक का प्रश्न के उत्तर लिखे എന്നാണ്. അതായത് 19-20 ആ ഒരു പങ്ക്തി തന്നിട്ടുണ്ട്. അത് നമ്മുടെ ടൂട്ടാ പഹിയ എന്നാണ്, നമ്മൾ നേരത്തെ വായിച്ചാണ് അല്ലേ. അപ്പനെ പതക്കി അസത്യ ജാനത്തെ ഹോയെ ഭി ബഡേ ബഡേ മഹാരഥി അക്കേൽ നിഹത്തി ആവാസ് കോ അപ്രെ ബ്രഹ്മാസ്ത്രോ സെ കുശൽ ദേനാ ചാഹെ. ആ നിരായുധനായ ആ ബാലകനെ തങ്ങളുടെ ആ അഖിൽ നിഹത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒറ്റപ്പെട്ട ആ നിരായുധനായ മനുഷ്യനെ അടിച്ചമർത്ത് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ കവിതാംശയ്ക്ക് ആധാബ് കിസ്ക പദ അസത്യ ഹെ, ആരുടെ പക്ഷമാണ് അസത്യം എന്ന് പറയുന്നത്? ആരുടെ പക്ഷമാണ് പറയാണ്ടോ? ബഡേ ബഡേ മഹാരഥി ക മൂന്നാമത്തെ ഉത്തരല്ലേ, അഖിലി ആവാസാണോ? ഒറ്റപ്പെട്ട ആ ശബ്ദത്തിനെയാണോ അസത്യം? അല്ല, നിഹത്തി ആവാസാണോ? അതായത് നിഹത്തി ആവാസ് പറഞ്ഞാൽ നിരായുധനായ ആ ശബ്ദത്തെയാണോ? അല്ല. ബഡേ ബഡേ മഹാരഥിയാണോ? അതെ, ബഡേ ബഡേ മഹാരഥിയുടെ ആവാസാണ് എന്ത് അസത്യമായിട്ട് അവിടെ ഭവിക്കുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? 20ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ സാധാരണ കവിതാംശിക ആശയിലേക്ക്. അപ്പോൾ ആശയാണ് കുറച്ച് മുന്നേ നമ്മൾ കൊടുത്തതില്ലേ, അപ്പോൾ അത് നിങ്ങൾ അതേപോലെ തന്നെ എടുത്തെഴുതുക കേട്ടോ, ചോദിച്ചാൽ അത് എഴുതുക. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കും നമ്മുടെ ആശയം വ്യക്തമാക്കേണ്ടതിന് 4 മാർക്കാണുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ ഇത് ഒരു പങ്ക്തി തരും, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ ആസ്വാദന ടിപ്പണിയോ അല്ലെങ്കിൽ ആശയോ വ്യക്തമാക്കാൻ ഇപ്പോഴത്തെ കാലത്തോട് യോജിപ്പിച്ചിട്ട് റിലവൻ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും എങ്ങനെയേ ചോദിക്കുള്ളൂ കേട്ടോ നമ്മുടെ എക്സാമിന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടൂട്ടാ പഹിയ എന്നുള്ള കവിത നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. അഥവാ ഞാനെടുത്തത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും അതും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. മനസ്സിലായില്ല എന്തിനാ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെന്ന്? നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ധന്യവാദ് ബച്ചോ.